ഹായ് മക്കളെ, ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയുടെ ഈ സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലോസീനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടത് ഫെറോസീനെ പറ്റിയാണ്. ഓക്കെ, മെറ്റലോസീനിൽ ഫെറോസീനാണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്. സോ ഫെറോസീനെ പറ്റിയിട്ട് ഇവരുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. സോ മെറ്റലോസീൻ അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സാൻഡ്വിച്ച്. ഓക്കെ, കണ്ടല്ലോ, കുറച്ച് നല്ല സാൻഡ്വിച്ച് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സാൻഡ്വിച്ചിന് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ബ്രെഡ് ഉണ്ട്, മുകളിലും താഴെയും എന്തുണ്ട്, ബ്രെഡ് ഉണ്ട് അല്ലേ. സെയിം ആളുകളാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? ഓക്കെ, ആരാണ് സെയിം ആളുകൾ, അതിൻ്റെ ഇടയിൽ എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരാളുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. എഗ്രി ചെയ്യുന്നുണ്ടല്ലോ? യെസ്. തൽക്കാലം നമുക്ക് എൻഡ് അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് മെറ്റലോസീൻ എന്താണ്. അപ്പം ഞാൻ പറയും ഒരു സി പി. ഓക്കെ, മുകളിലും താഴെയും സൈക്ലോപെൻറ്റ ഡൈനൈൽ. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സേ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സിംപ്ലി ഞാൻ പറയുകയാണ് ഇതൊരു സ്പീഷീസ്. ഇതാണ് എൻ്റെ ബ്രെഡ്. മുകളിലൊരു ബ്രെഡ്, അതേപോലെ താഴെ ഒരു ബ്രെഡ്. ഓക്കെ, യെസ്. എന്നിട്ട് ഇടയിൽ ആര് വരുന്നു? മെറ്റൽ വരുന്നു. അതായത് ഈ ഈ ഒരാൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാൾ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റലോസീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ മെറ്റൽ ഇവിടെ എഫ് ഇ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? യെസ്, എഫ് ഇ ആണെങ്കിൽ നമ്മൾ വിളിക്കും മെറ്റലോസീൻ എന്നാണ്. ഇപ്പോൾ മെറ്റൽ എന്താണ്? എഫ് ഇ ആണ്. ഫെറോസീൻ എന്ന് വിളിക്കും. കൊബാൾട്ട് ആണെങ്കിൽ കൊബാൾട്ടോസീൻ എന്ന് വിളിക്കും. നിക്കൽ ആണെങ്കിൽ നിക്കലോസീൻ എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റലോസീൻ അല്ലെങ്കിൽ സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മുകളിലും താഴെയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇടയിൽ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും. ഇവിടെയുള്ളത് നമ്മുടെ കെമിസ്ട്രിയിൽ എന്താണ്? മെറ്റൽസ് ആയിരിക്കും ഉണ്ടാകുക. സോ ദിസ് ഇസ് ആക്ച്വലി സൈക്ലോപെൻറ്റ ഡൈനൈൽ അനൈൻ, സി പി എന്ന് ഞാൻ വിളിക്കും. അപ്പോൾ എനിക്ക് എത്ര ടൈപ്പ് ഓഫ് സി പീസ് ഒക്കെ ഉണ്ടാകും? ഐ മീൻ മെറ്റലോസീൻ ഉണ്ടാകും. എനിക്ക് പറഞ്ഞുകൂടെ? വനേഡിയം സി പി ട്വൈസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ആരാണ്? ക്രോമിയത്തിൻ്റെത് പറയാൻ പറ്റില്ലേ? സി ആർ സി പി ട്വൈസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ തൽക്കാലത്തേക്ക് ഈ സാൻഡ്വിച്ചിനെ ഞാനിപ്പോൾ ഇനി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. യെസ്. ഇനി ആരാണുള്ളത്? ക്രോമിയം കഴിഞ്ഞു. അതേപോലെ മാങ്കനോസീൻ നമുക്ക് പറയാം. ഓക്കെ, മാങ്കനോസീൻ എം എൻ സി പി ട്വൈസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എഫ് ഇ ഫെറോസീൻ എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. അതിനുശേഷം നമുക്ക് എന്തെഴുതാൻ പറ്റും? കൊബാൾട്ടോസീന് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് എന്തെഴുതാൻ പറ്റും? നിക്കലോസീൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വനാഡാസീൻ, മാങ്കനോസീൻ, ഫെറോസീൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ലെറ്റ്സ് ഞാൻ ഈ 3 പേരെ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നോക്കിക്കോളാം. ഞാൻ ഇവിടെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി നോക്കിക്കോളൂ. അപ്പോൾ മാങ്കനോസീനെ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നോക്കിക്കോ. ഓക്കെ, ദിസ് ഇസ് മൈ മാങ്കനോസീൻ അല്ലേ. സൈക്ലോപെൻറ്റ ഡൈനൈൽ അനയോൺ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, യെസ്. ഓക്കെ, മാങ്കനോസീൻ. ഇനി എഫ് ഇ ഒന്ന് എടുത്ത് നോക്കാം. യെസ്, ദിസ് ഇസ് ഫെറോസീൻ. ഓക്കെ, ദിസ് ഇസ് മാങ്കനോസീൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഫെറോസീൻ. ഓക്കെ, ആൻഡ് ഇവിടെ ആരാണ്? കൊബാൾട്ടോസീനും കൂടെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് പഠിച്ച് പോവാം. ഫെറോസീൻ, സോറി ഫോർ ദിസ് ഇസ് കൊബാൾട്ട്. ഇതെന്താണ്? കൊബാൾട്ടോസീൻ. ഓക്കെ, കൊബാൾട്ടോസീൻ. സോ കൊബാൾട്ടോസീൻ. ഓക്കെ, അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട്, ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ഒന്ന് കണ്ടുപിടിക്കാം. ഇത് 5 ആണ്, ഇതും 5 ആണ്, 10. സോ ഇവരെന്താണ്? 7 ആണ്. സോ എനിക്കിവിടെ 17 ഇലക്ട്രോൺ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ഇവിടെ എത്രയാണ്? 5 + 5 ഈറ്റ 5 ആണ്. നിങ്ങൾക്കറിയാം ആപ്റ്റിസിറ്റി എത്രയാണ്? 5 ആണ്. 10 + 8 എത്രയാണ്? 18 ഇലക്ട്രോൺ. നൗ ദിസ് ഇസ് എത്രയാണ്? 19 ഇലക്ട്രോൺ. എനിക്ക് ഇങ്ങനെ എഴുതുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത്രയും നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് നിങ്ങൾക്കറിയാം 18 ഇലക്ട്രോൺ സ്പീഷീസ് എന്തായിരിക്കും? മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ മെറ്റലോസീനിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണ്? യെസ്, ദസ് വൺ മോസ്റ്റ് സ്റ്റേബിൾ ആര് തന്നെയാണ്? യെസ്, ഫെറോസീൻ ആണ്. ആൻഡ് ദിസ് ഇസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെങ്ങനെയാണ് സാറ് പറഞ്ഞത്? ഓക്കെ, ഇത് പ്രൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരും. ഓക്കെ, ഞാൻ ഇലക്ട്രോൺ ഫില്ലിംഗ് ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇവർ രണ്ടുപേരും എന്താണ്?
യെസ്, പാരാമാഗ്നറ്റിക് ആണ്. ഈവൻ ബാക്കി എല്ലാവരും എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഇവരൊക്കെ എന്താണ്? പാരാമാഗ്നറ്റിക്. ഇവിടെ ആരാണ് ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ളത്? യെസ്, ഫെറോസിൻ ആണ് ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ളത്. ഓക്കെ. ആൻഡ് പിന്നെയുള്ള ഒരു കാര്യം, ഓഫ് കോഴ്സ് ദിസ് ഇസ് ഇപ്പോൾ മാഗ്നോസിൻ ഞാനിപ്പോൾ പറയുകയാണ് CP MnCp ഞാൻ എഴുതുകയാണ്. ഇവിടെ എത്രയാണ്? 17 ഇലക്ട്രോൺ. ഓക്കെ. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഇവർക്ക് 18 ഇലക്ട്രോൺ ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, സ്റ്റേബിൾ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. അപ്പോൾ ഞാൻ പറയും ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് 18 ഇലക്ട്രോൺ സ്പീഷീസ് ആകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. ഓക്കെ, വിച്ച് മീൻസ് ദിസ് ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, which means it undergoes what? Undergoes reduction very easily. Very easily. Okay, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓയിൽ റിഗ് അല്ലേ, ഓക്സിഡേഷൻ ഈസ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഇതേ കോൺസെപ്റ്റ് എനിക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. കൊബാൾട്ടിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്തൂടെ? നിങ്ങൾ പറയൂ, കൊബാൾട്ടിൽ 19 ഇലക്ട്രോൺ ആണ് കൊബാൾട്ടോസീനിൽ അല്ലേ? CP കൊബാൾട്ട് CP. ഓക്കെ, സോ ഹൗ മെനി ഇലക്ട്രോൺ? 19 ഇലക്ട്രോൺ. അപ്പം ഞാൻ പറയും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് 18 ഇലക്ട്രോൺ ആകാൻ ഉള്ള ടെൻഡൻസി ഉണ്ടാകും, വിച്ച് മീൻസ് ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, അണ്ടർഗോസ് ഓക്സിഡേഷൻ വെരി ഈസിലി എന്ന് എനിക്ക് പറയാൻ പറ്റും. അണ്ടർഗോസ് ഓക്സിഡേഷൻ വെരി ഈസിലി എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇനി ഇവിടെ നിന്ന് നിങ്ങളോട് പോയിന്റ് ഗ്രൂപ്പും കൂടെ ചോദിച്ചേക്കാം. ഫെറോസിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങളോട് മിക്കവാറും ചോദിക്കുക. മിക്കവാറും എക്സാമുകളിൽ കാണുന്നതും ആ ചോദ്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയാം, ഫെറോസിന് 2 ടൈപ്പിലുള്ള ഫോം ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദി ഫെറോസിൻ. ഓക്കെ, നോക്കിക്കോളൂ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഫെറോസിൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു CP ഇവിടെ, ഒരു CP താഴെ തന്നെ, ഇതേപോലെ തന്നെയാണുള്ളത് അല്ലേ? അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ആക്ച്വലി എക്ലിപ്സ്ഡ് ഫോം. കറക്റ്റ് ആണല്ലോ പറയുന്നത്? ഇതെന്താണ്? എക്ലിപ്സ്ഡ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D5H ആണ്. ദിസ് ഇസ് D5H. ഇനി ഇതേപോലെ ഇവിടെ എന്താണ്? വി ഹാവ് സ്റ്റാഗേർഡ് ഫോം ആസ് വെൽ. ഓക്കെ, വി ഹാവ് സ്റ്റാഗേർഡ് ഫോം. ഇത് എക്ലിപ്സ്ഡ് ഫോം ആണ്. ഇതെന്താണ്? സ്റ്റാഗേർഡ് ഫോം ആണ്. സ്റ്റാഗേർഡ് ഫോം. ഓക്കെ, സോ പോയിന്റ് ഗ്രൂപ്പ് ഇസ് ആക്ച്വലി D5D. ഈ ഒരു കാര്യം എപ്പോഴും ചോദിക്കുന്നതാണ്, ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്ലിപ്സ്ഡ് ഫെറോസിൻ എന്താണ്? D5H. D5H. ഇതവിടെ പോയിട്ട് പോയിന്റ് ഗ്രൂപ്പ് ഒന്നും കണ്ടുപിടിക്കൊന്നും വേണ്ട, അറിഞ്ഞിരിക്കണം D5H. ഓക്കെ, സ്റ്റാഗേർഡ് ഫോം എന്താണ്? D5D. ഇത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. യെസ്, ഇതിലൊന്നും സമയം കളയരുത്, കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി ഈ മെറ്റലോസീനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ആദ്യമായിട്ട് ഈ സൈക്ലോപെൻറ്റാഡൈനൈലാണ്. ഓക്കെ, ഇവിടെയുള്ള ഈ കാർബൺ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബൺ ബോണ്ട് ലെങ്ത് ഉണ്ടോ അല്ലെങ്കിൽ സെയിം ആണോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. NMR സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓൾ കാർബൺ ബോണ്ട് ലെങ്ത്, നോക്കോളൂ, all carbon bond length and all carbon hydrogen bond length in cyclopentadienyl anion is same and is confirmed by what? Is confirmed by NMR spectroscopy. ഓക്കെ, എല്ലാ ബോണ്ട് ലെങ്ത്തും എന്താണ്? നിങ്ങളോട് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. എല്ലാ കാർബൺ ബോണ്ട് ലെങ്ത്തും അതേപോലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത്തും എന്താണ്? സെയിം ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ മെറ്റലോസീൻ എന്ന് പറയുന്നത് ആക്ച്വലി അരോമാറ്റിക് ഇൻ നേച്ചറാണ്. ഓക്കെ, യെസ്, ദിസ് മെറ്റലോസീൻ പൊസസ്, എനിക്കിങ്ങനെ പറയാൻ പറ്റും, മെറ്റലോസീൻ പൊസസ് അരോമാറ്റിക് ക്യാരക്ടർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈവൺ അണ്ടർഗോസ്, ഈ റിയാക്ഷൻസ് നമ്മൾ പഠിക്കും, ആൻഡ് അണ്ടർഗോസ് വോട്ട്? എസ്പെഷ്യലി ഫെറോസിൻ, എസ്പെഷ്യലി ആരാണ്? ഫെറോസിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അണ്ടർഗോസ് ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, അസൈലേഷൻ, ഈവൻ നൈട്രേഷൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് 1-2 കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കാവുന്നത് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മെറ്റലീസിൻ എന്താണ്, ഇവരുടെ ഓക്സിഡേഷൻ റിഡക്ഷൻ കപ്പാസിറ്റിയെ പറ്റി നമ്മൾ സംസാരിച്ചു, ഇവരുടെ ചെറുതായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് പോയിന്റ് ഗ്രൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, എന്നിട്ട് ഫെറോസീൻ. ഓക്കെ, ഫെറോസീൻ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മെറ്റലോസീൻ. ഓക്കെ, അപ്പോൾ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ ഞാൻ വരയ്ക്കുന്നു. ഇതാണ് എൻ്റെ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. ഓക്കെ, ഫെറോസീൻ. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദിസ് ഇസ് ആൻ 18 ഇലക്ട്രോൺ സ്പീഷ്യസ്. അതുകൊണ്ട് തന്നെ മെറ്റലോസീനിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്, മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ്? യെസ്, ഫെറോസീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഡയാമാഗ്നറ്റിക് ആണെന്നുള്ളത്. ആൻഡ് അനദർ തിങ്, ഇതിൻ്റെ കളർ ചോദിച്ചേക്കാം. ഓറഞ്ച് കളേർഡ് സോളിഡ് ആണ് മക്കളെ. ദിസ് ഇസ് ആക്ച്വലി ഓറഞ്ച് കളേർഡ് സോളിഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവർ ഗ്യാഷ്യസ് ഫേസിലാണെങ്കിൽ ദിസ് എക്സിസ്റ്റ് ആസ് എൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺഫർമേഷൻ. ഇനിയിപ്പോൾ സോളിഡിൻ്റെ കേസിൽ ആക്ച്വലി 3 കേസൊക്കെ ഉണ്ടടാ. സോളിഡിൻ്റെ കേസിൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഇവരെന്തായിരിക്കും? സ്റ്റാഗേർഡ് ആയിരിക്കും. ഓക്കെ, സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും. ആൻഡ് ഇവരുടെ ക്രിസ്റ്റൽ സിസ്റ്റം, ഇതും മേ ബി ചോദിച്ചേക്കാം, ദാറ്റ് ഈസ് ആക്ച്വലി മോണോക്ലിനിക്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, മേ ബി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും ആൻഡ് മോണോക്ലിനിക് ആയിരിക്കും. ഇനി ട്രൈ ക്ലിനിക് ആണെങ്കിൽ, സോറി, ലെസ് ദാൻ 164 കെൽവിൻ ആണെങ്കിൽ, ഓക്കെ, ഇവിടെ എന്തായിരിക്കും? പാർഷ്യലി സ്റ്റാഗേർഡ് ആയിരിക്കും. ഇവരെന്തായിരിക്കും? പാർഷ്യലി സ്റ്റാഗേർഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് ട്രൈ ക്ലിനിക് ആയിരിക്കും. ഓക്കെ, ഇത് പാർഷ്യലി സ്റ്റാഗേർഡ് ആയിരിക്കും ആൻഡ് എന്തായിരിക്കും? ഇവരുടെ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ട്രൈ ക്ലിനിക് ആയിരിക്കും. വീഡിയോ ജസ്റ്റ് ഒന്നുകൂടെ പോസ് ചെയ്യാം. ഇനി ഒരു കേസും കൂടെ നമുക്കുണ്ട്. ഓക്കെ, ട്രൈ ക്ലിനിക്. ഇനിയുള്ളത് ലെസ് ദാൻ 110 കെൽവിൻ ആണെങ്കിൽ ഇവിടെ ഫുള്ളി എക്ലിപ്സ്ഡ് ആയിരിക്കും. ആൻഡ് ഇവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓർത്തോറോംബിക് ആണ്. ഓർത്തോറോംബിക്, ഇത് മേ ബി നിങ്ങളോട് ചോദിക്കാം, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ 3 സിസ്റ്റവും ഈ ടെമ്പറേച്ചറും ഓക്കെ ഇവരുടെ കൺഫർമേഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ ഫെറോസീനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി ഇവരുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. നമുക്ക് 2-3 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. നിങ്ങൾ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോണുള്ള ഒരു MgBr. ഓക്കെ, ഇതിനെ എടുക്കുന്നു, FeCl3യുമായി റിയാക്ട് ചെയ്യുന്നു, യു വിൽ ഗെറ്റ് വോട്ട്? നിങ്ങളുടെ ഡിസൈഡ് ആയിട്ടുള്ള ഫെറോസീൻ നമുക്ക് കിട്ടുന്നു. ഇനി C5H5 അല്ല, മറിച്ച് എന്താണ്? ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, now if you're treating with iron you will get what? Okay, this is 2 times. You will get your Cp, Fe and Fe. Okay, and ഒരു ഹൈഡ്രജൻ ഇവിടെ എക്സ്ട്രാ ആണ് അല്ലേ, അപ്പോൾ അവിടെ അവരെന്തായിക്കോളും? H2 ആയിട്ട് പൊക്കോളും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ യു ഗെറ്റ് ദിസ് വൺ. ഓക്കെ, സോ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, FeCl2 C5H5 Et3Nuമായിട്ട് റിയാക്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് വോട്ട്? Cp2Fe. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ജസ്റ്റ് ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് വൺ മോർ തിങ് ഇസ് ഇത് മേ ബി ചോദിച്ചേക്കാം. ഇങ്ങനെയാണ് കാര്യം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ബോണ്ട് റൊട്ടേഷൻ പോലെ ആയിരിക്കും കിട്ടുക. അതായത് ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും? ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ C5H5 H6 ആണ് കിട്ടുക കേട്ടോ. ഇത് C5H5 അല്ല, മറിച്ച് എന്ത് കിട്ടും? C5H6 നമുക്ക് കിട്ടും. അതായത് ഈ ബോണ്ടും ബ്രേക്ക് ചെയ്തു, ഈ ബോണ്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇയാൾ എന്തായി? ഫ്രീ ആയി. ഇവിടെ ആരുണ്ട്? ഹൈഡ്രജൻ. കാര്യം മനസ്സിലായോ? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും C5H6 കിട്ടുന്നു. H5 ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ 2NaCP നമുക്ക് കിട്ടുന്നു. NaCP കിട്ടിക്കഴിഞ്ഞാൽ FeCl2മായിട്ട് റിയാക്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് യുവർ ഡിസൈഡ് ആയിട്ടുള്ള ഫെറോസീൻ. ജസ്റ്റ് ഒന്ന് 3 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലായിരിക്കണം. ഓക്കെ, യെസ്. ഇനി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. ഇവിടെ നിന്നാണ് ഡിഫറെൻറ്റ് മെറ്റലോസീൻ ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈവൻ നിങ്ങളോട് മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡറൊക്കെ നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് എൻ ഓവറോൾ ഞാൻ മെറ്റലോസീനിൻ്റെ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ പറയുകയാണെങ്കിൽ
ഇതിങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ദാ ഇവിടെ E2G ഇതെന്താണ്? ബോണ്ടിങ് ആണ്. ഓക്കെ, നൗ ദിസ് ഇസ് A1G, ദിസ് ഇസ് നോൺ ബോണ്ടിങ് ആണ്. ആൻഡ് വി വിൽ ഹാവ് E1G സ്റ്റാർ, ഓക്കെ, വിച്ച് ഇസ് ആൻറ്റി ബോണ്ടിങ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഇതാണ് നമ്മുടെ മെറ്റൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈസ്. ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് ഈ ഓർബിറ്റൽസ് ആരൊക്കെയാണ്? ദാ ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ദിസ് ഇസ് DXY, ഓക്കെ, ആൻഡ് ദിസ് ഇസ് DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് DZ സ്ക്വയർ, ദിസ് ഇസ് DXZ ആൻഡ് ദിസ് ഇസ് DYZ. ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ മെറ്റലോസീൻ എന്ന് പറയുമ്പോൾ, സി ദിസ് ഈസ് യുവർ CP, okay, this is your CP, and you have metal over here and you have metal over here. Okay, now you see this, it is like this. Okay, let's say ഈ ഒരു CP എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിനിലാണെന്ന് വിചാരിക്കും. ഒരു പ്ലെയിനിലാണ്. അപ്പോൾ ഈ XZും YZും ആക്ച്വലി എങ്ങനെയായിരിക്കും? ഇതാ ഇവരുമായിട്ട് കറക്റ്റ്ലി അലൈൻമെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ മോർ റിപ്പൽഷൻ ഫീൽ ചെയ്യും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഗ്രേറ്റർ റിപ്പൽഷൻ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് ഈ XZനും YZനും എനർജി എന്താവുന്നത്? ഗ്രേറ്റർ ആവുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യും? E1G സ്റ്റാർ എന്ന് നമ്മൾ E1G എന്ന് എഴുതാം, അല്ലെങ്കിൽ E1G സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് എന്ന് നമ്മൾ എഴുതും. ഇനി Z സ്ക്വയറിൻ്റെ കേസ് ആകുമ്പോൾ എന്തായിരിക്കും? യെസ്, DZ സ്ക്വയർ. ഓക്കെ, കാരണം ഇതിന് അലൈൻമെൻ്റ് ആണ്, ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അലൈൻ ചെയ്തിട്ടാണ് ഇരിക്കും ഉണ്ടാകുക ഈ മെറ്റലിൻ്റെ. അതുകൊണ്ടാണ് DZ സ്ക്വയർ ഇങ്ങനെ വരുന്നത്. അതേസമയം DXY വരുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും XZും YZും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ XY എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, സോ ഇതിനിപ്പോൾ 3 ഡയമെൻഷനലി വരയ്ക്കുന്നത് കൊണ്ടാണ് ഓക്കെ ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ, 3 ഡയമെൻഷനലി നിങ്ങളൊന്ന് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതിപ്പോൾ എന്തായിരിക്കും? DXY. ഓക്കെ, അതുകൊണ്ടാണ് ഇവരുടെ എനർജി എന്തായിരിക്കും? അതായത് ഇവർ തമ്മിലുള്ള റിപ്പൽഷൻ എന്തായിരിക്കും? ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ DXY അതേപോലെ DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ നമ്മുടെ ബോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ ഉണ്ടാകും, മാക്സിമം റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? മിനിമം റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, DXY ആൻഡ് X സ്ക്വയർ മൈനസ് Y സ്ക്വയർ, ദെൻ DZ സ്ക്വയർ DXY XZ ആൻഡ് YZ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നിങ്ങളോട് ചോദിച്ചേക്കാം. ഓക്കെ, DXZ DYZ, ഓക്കെ, എന്തായിരിക്കും? വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ, പിന്നെ എന്തായിരിക്കും? DZ സ്ക്വയർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വാട്ട്? DXY ഇസ് ഈക്വൽ ടു DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ. ഓക്കെ, എനർജിയുടെ ഓർഡറാണ്. ഓൾറൈറ്റ്, ഇനി നോക്കിക്കോളൂ, നമ്മൾ ഓരോ കേസസ് ആയിട്ട് എടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് വനേഡിയം അല്ലേ, വനേഡോസീൻ. ഓക്കെ, CP. സ്വാഭാവികമായിട്ടും ഈ CP എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ? സൈക്ലോപെൻറ്റ ഡൈനൈൽ ആനയോൺ ആണ്, CP മൈനസ് ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? V2+. ഓക്കെ, സോ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? D3 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മോളിക്കുലർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും? E2G ഉണ്ടാകും, ദെൻ വോട്ട് A1G ഉണ്ടാകും, ദെൻ വോട്ട് we will have okay E1G as well. We will have E1G as well. Okay, D3 configuration ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ this is 1, this is 2 and this is 3. Okay, അപ്പോൾ ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്? ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇമ്പോർട്ടൻ്റ് ആണ്. There is 3 unpaired electrons. Okay, so this is actually എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. This is actually പാരാമാഗ്നറ്റിക്. വനേഡിയത്തിൻ്റെ കഴിഞ്ഞു. ഇനി ക്രോമിയത്തിൻ്റെതാണെങ്കിലോ ദാ CR CP twice. Again this will be what? 2+. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? D4 ആയിരിക്കും അല്ലേ? D4 കോൺഫിഗറേഷൻ ആയിരിക്കും. അതേപോലെ ഞാൻ ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ E2G, ദിസ് ഇസ് A1G, ദിസ് ഇസ് E1G സ്റ്റാർ. ഓക്കെ, ആൻറ്റി ബോണ്ടിങ് ആണ് പറയുന്നത്. ഓർബിറ്റൽസ് ആലോചിച്ച് വെക്കണേ. ഇത് ഏതൊക്കെയായിരുന്നു? DXZും DYZ, DZ സ്ക്വയർ DXY ആൻഡ് DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ. നൗ ഫിൽ ഇറ്റ്. D4 1 2 3. നൗ യു ഹാവ് ടു കം ബാക്ക്. ഓക്കെ, അതായത് ഇതിന് ശേഷം ഇവർ രണ്ടുപേരും എനർജി സെയിം ആയിരുന്നു. ഇവിടെ പിന്നീട് എന്തായിരിക്കും? ഇവിടെ ഫില്ല് ചെയ്യണം. സോ യു ഹാവ്, ദിസ് ഇസ് ഓൾസോ പാരാമാഗ്നറ്റിക്.
ഓക്കെ, ബട്ട് ഹിയർ ഇറ്റ് ഇസ് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നത് ക്രോമിയത്തിൻ്റെ കേസിൽ. ഓക്കെ, യെസ്. ഇനി മാംഗനീസ് MnCp2 ആണെങ്കിൽ Mn2+ ആണെങ്കിൽ സോ ദ കോൺഫിഗറേഷൻ ഇസ് ആക്ച്വലി D5 എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ദർ വിൽ ബി എക്സെപ്ഷൻസ് റൈറ്റ്. യെസ്, നമ്മുടെ കെമിസ്ട്രി അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? യെസ്, ഇത് നോക്കിക്കോളൂ 1 2. സോ ദിസ് ഇസ് E2G A1G ആൻഡ് യുവർ E1G സ്റ്റാർ. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇതിന് ശേഷം ഇവിടെയല്ല പെയറിംഗ് അപ്പ് നടക്കുന്നത്, ഇവിടെ എന്താകും? ഇങ്ങനെയായിരിക്കും വരുന്നത്. Okay, so we have actually 5 unpaired electrons. Okay, and this is actually paramagnetic as well. Okay, അതേസമയം മാംഗനോസിനിൽ if substitution occurs, okay, this is also important. അതായത് മാംഗനോസിനിൽ ഇതാണ് നമ്മുടെ മാംഗനോസിൻ അല്ലേ. ഇങ്ങനെ മാത്രമാണെങ്കിൽ ഇവിടെ നിങ്ങൾ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ എഴുതിക്കോളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഹിയർ ഇഫ് ദർ ഇസ് സബ്സ്റ്റിറ്റ്യൂവൻസ്? ഓക്കെ, ഇഫ് ദർ ഇസ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഇസ് ദർ, ദെൻ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് നോക്കിക്കോളൂ. ഓക്കെ, ഹിയർ പെയറിംഗ് അപ്പ് ടേക്സ് പ്ലേസ്. നോക്കിക്കോളൂ, ദിസ് ഇസ് 1 2 3 4 and 5. The configuration looks like this: E2G, A1G and E1G star. Okay, എങ്ങനെയായിരിക്കും കോൺഫിഗറേഷൻ? E2G 4, A1G 1, okay, and E1G star 0. Okay, this is how the configuration. So this is actually paramagnetic. ഓക്കെ, ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? ഇതും ഇത് ചോദിച്ചേക്കാം. എങ്ങനെയാണ്? E2G 2, A1G 1 ആൻഡ് E1G എത്രയാണ്? 2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാംഗനീസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പെയറിംഗ് അപ്പ് നടക്കും, അല്ലെങ്കിൽ പെയറിംഗ് അപ്പ് നടക്കത്തില്ല. ഓക്കെ, സോ അഗെയിൻ ദീസ് ഓൾ ആർ വാട്ട് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. നൗ കംസ് യുവർ ഫെറോസിൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ അല്ലേ. ഫെറോസിൻ Fe കാര്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും? അഗെയിൻ ദിസ് വിൽ ബി D8, അഗെയിൻ +2 ആയിരിക്കും അല്ലേ. യെസ്, സോറി, D6. ഓക്കെ, D6 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? യെസ്, 1 2, ഓക്കെ, 3 4 5 ആൻഡ് ദെൻ വാട്ട് 6. നോ എക്സെപ്ഷൻസ്. ഓക്കെ, സോ അവിടെ എന്തായിരിക്കും? E2G, A1G ആൻഡ് വാട്ട് E1G. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്കെ, ആൻഡ് കോൺഫിഗറേഷൻ എന്തായിരിക്കും? E2G 4, A1G 2, E1G 0 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഓറഞ്ച് കളേർഡ് സോളിഡ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഫെറോസിൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡയാമാഗ്നറ്റിക്. ഓക്കെ, നൗ ഫെറോസിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കൊബാൾട്ടും ഉണ്ട്, അതേപോലെ നിക്കലും ഉണ്ട്. ദർ ഇസ് നോ എക്സെപ്ഷൻ ഓവർ ഹിയർ, കൊബാൾട്ട് ആൻഡ് നിക്കൽ. Okay, cobalt and nickel. Okay, so this will be D7. Okay, D7 ആണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ 1 2 3 4 5 6 and then what 7 എന്നുള്ള രീതിയിലായിരിക്കും. Again this is paramagnetic in nature. അൺപെയർഡ് ഇലക്ട്രോൺ എന്തായിരിക്കും? 1 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. Again this is E2G, A1G and this is E1G. Okay, നൗ നിക്കലോസിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? യെസ്, D8 ആയിരിക്കും അല്ലേ. D8 ആണെങ്കിൽ അഗെയിൻ ദിസ് വിൽ ബി വാട്ട്? യെസ്, പാരാമാഗ്നറ്റിക്. എന്തുകൊണ്ടാണ്? 1 2 3 4 5 6 7 ആൻഡ് വാട്ട് 8. സോ അഗെയിൻ ദിസ് ഇസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആൻഡ് N is equal to 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെറ്റലോസീനിൽ ഫില്ലിങ് നടക്കുന്നത്. പാരാമാഗ്നറ്റിക് ആരാണെന്നും ഡയാമാഗ്നറ്റിക് ആരാണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ CSIR-ൽ ചോദിച്ചിരുന്നു. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്: ദ കറക്റ്റ് ഓർഡർ ഓഫ് മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത് ഓഫ് മെറ്റലോസീൻ A to C എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി മക്കളെ, മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ,
അപ്പോൾ എഫ് ഇയുടെ കേസിലാണെങ്കിൽ എത്രയായിരുന്നു അൺപെയ്ഡ് ഇലക്ട്രോൺ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എഫ് ഇ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. സ്വാഭാവികമായിട്ടും ദാറ്റ് ഇസ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. നിക്കലിൻ്റെ കേസ് നമ്മളിപ്പോൾ കണ്ടു, ദാറ്റ് ഇസ് 2. കൊബാൾട്ടിൻ്റെത് നമ്മൾ കണ്ടു 1. കറക്റ്റ് ആണോ പറയുന്നത്? കൊബാൾട്ടോസ് ഇൻ 1, നിക്കലോസ് ഇൻ 2. അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എ എന്നുള്ള രീതിയിൽ വരും. ആൻഡ് ദാറ്റ് വിൽ ബി ഓപ്ഷൻ ബി. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഓൾറൈറ്റ്. ഇനി റിയാക്ഷൻസ് ഓഫ് ഫെറോസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവർ അരോമാറ്റിക് ക്യാരക്ടർ ഷോ ചെയ്യും എന്നൊക്കെ. ഓക്കെ, ഈവൻ ഫെറോസിൻ നിങ്ങൾക്ക് ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അസൈലേഷൻ, നൈട്രേഷൻ ഒക്കെ നിങ്ങൾക്ക് തരും. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഓക്കെ, let's say we take ferrocene like this. Okay, this is your ferrocene. Let's say RCl and anhydrous AlCl3. Okay, now I will be getting, sorry for this. Okay, I'll be getting Fe. Okay, now I'm getting R. Okay, Fiddlecraft's alkylation either show ചെയ്യും. Fiddlecraft's alkylation. Okay, now if I add one more thing, okay, one more RCl anhydrous AlCl3, what happens? Okay, now ഇവിടെ ഓൾറെഡി എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ആണ് അല്ലേ? ബിക്കോസ് ഓഫ് ദിസ് ആർ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി യെസ് ഇൻക്രീസസ്. അപ്പോൾ ഈ ഇലക്ട്രോഫൈലിനെ ആര് തന്നെ അറ്റാക്ക് ചെയ്യും? യെസ്, ഈ പൊസിഷൻ തന്നെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള യെസ് ആർ ഇവിടെ വരും, ആർ ഇവിടെ വരും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. Fe, now you will have what? യെസ്, ഇങ്ങനെ നമുക്ക് വരും. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈലായിട്ടുള്ള ഫെറൂസിൻ നമുക്ക് കിട്ടും. ഇനി ഇതേ കാര്യം അസൈലേഷനാണ് നടക്കുന്നതെങ്കിലോ, അതായത് RCuCl anhydrous AlCl3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാകുക. സോ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? Fe. ഓക്കെ, ഇവിടെ എന്ത് വരും? COR എന്ന് വരും. Now the point here is this is an electron withdrawing group അല്ലേ? this is an electron withdrawing group ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിങ് എന്താവും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകും. ഇനി അടുത്തൊരു മോളിക്യൂൾ ഓഫ് RCuCl ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, RCuCl anhydrous AlCl3 ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക? നോക്കിക്കോളൂ. Fe. Okay, yes, so you will be getting COR here and another one as here. Okay, COR. ഓക്കെ, ഇവിടെ ആയിരിക്കും ഇൻസ്റ്റഡ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുക. കാരണം ഈ റിങ് എന്തായി? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയി. അതേസമയം ആൽക്കലേഷനിൽ ഈ റിങ് എന്തായിരിക്കും? യെസ്, ഇലക്ട്രോൺ റിച്ച് ആയി മാറും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ആർ ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഷോസ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, EAS. ഓക്കെ, നൗ നൈട്രേഷൻ ആൻഡ് അയഡിനേഷൻ. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് മക്കളെ. ലെറ്റ്സ് സേ ഇപ്പം ഞാൻ അയഡിൻ കൊടുത്തു, HNO3 കൊടുത്തു. ഇവർ രണ്ടുപേരും എന്താണ്? യെസ്, ദീസ് ആർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? Fe ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുക, ഓക്കെ, ഇവരെന്ത് ചെയ്യും? ഡയറക്ട്ലി യെസ് ഈ കോമ്പൗണ്ടിനെ എന്ത് ചെയ്യും? യെസ്, ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, ഓക്സിഡൈസ് ചെയ്താൽ യെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുക യെസ് ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഡയറക്റ്റ് നൈട്രേഷൻ, ഡയറക്റ്റ് അയഡിനേഷൻ ആൻഡ് നൈട്രേഷൻ എന്താണ്? നോട്ട് പോസിബിൾ. ഇവിടെ എന്തായിരിക്കും? നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് പക്ഷേ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ബ്യൂട്ടൈൽ ലിഥിയം കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംപിളി എന്ത് കിട്ടും? യെസ്, ഹിയർ വി ഹാവ് ലിഥിയം. ഓക്കെ, Fe, യെസ്, ലൈക്ക് ദിസ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ലിഥിയത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ അയഡിനേഷൻ ചെയ്യാം. ഈ ലിഥിയത്തിനെ ആര് റീപ്ലേസ് ചെയ്തോളും? അയഡിൻ റീപ്ലേസ് ചെയ്തോളും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് അയഡിനേഷൻ. ഓക്കെ, യെസ്. നൗ ഈവൻ യു ക്യാൻ ഡു HNO3. ഓക്കെ, അല്ലെങ്കിൽ N2O4 നിങ്ങൾ ട്രീറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ? യെസ്, നൈട്രേഷൻ നിങ്ങൾക്ക് നടന്നോളും. LiA ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? യെസ്, നമ്മുടെ NO2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, യെസ്, സോറി ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ കാര്യം ആലോചിക്കുക, HNO3യും അതേപോലെ ഹൈഡ്രജനും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇവർ ഈ ഒരു കോംപ്ലക്സിനെ എന്ത് ചെയ്യും? യെസ്, ഓക്സിഡൈസ് ചെയ്യിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നൈട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഥിയവുമായിട്ട്, N-ബ്യൂട്ടൈൽ ലിഥിയവുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദർ ഇസ് എ റിയേജൻറ്റ് കോൾഡ് N-ബ്യൂട്ടൈൽ ലിഥിയം. ടെമഡ കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻ പ്രസൻസ് ഓഫ് ടെംഡ നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, എന്താണ് ഈ ടെംഡ എന്ന് പറയുന്നത്? യെസ്, ദാറ്റ് ഇസ് ടെട്രാ മീഥൈൽ ethylene diamine. Okay, that is TEMDA. Okay, so this is the thing. Okay, and the tetramethyl. Okay, so should I write in another page or what? Yes, I'll write it here somewhere. Okay, so this is TEMDA, tetramethyl. Okay, this is tetramethyl ethylene, yes, diamine. Okay, so this is TEMDA. Now ഇങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? ഡൈലിത്തിയേഷൻ നടക്കും, വിച്ച് മീൻസ് ഓക്കെ, ലിഥിയം ഇവിടെ വരും. ഓക്കെ, നൗ വി ഹാവ് Fe over here. Okay, so and Fe over here. So you will have dilithiation here. Okay, yes. Now another thing is DMFും POCl3 ആയിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും? CHO ഗ്രൂപ്പ് ആഡ് ചെയ്യും, ഫോർമൈലേഷൻ അല്ലേ? യെസ്, ഇവിടെ. സോ യു വിൽ ഹാവ് ഈ കാര്യങ്ങളൊക്കെ, ഈ റിയാക്ടൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. CHO ഗ്രൂപ്പിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ അഡിഷൻ സ്വാപ്പ് സ്വാഭാവികമാണ് അല്ലേ? DMFും POCl3. ആൻഡ് ഫൈനലി ഇഫ് ദേ ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് പ്രോട്ടോണേറ്റിംഗ് ഏജൻറ്റ് അല്ലേ, കോൺസെൻട്രേറ്റഡ് H2SO4, അതായത് H+ ഒരുപാടുണ്ടാവും, H+BF4- ഒക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. Fe with H. ഓക്കെ, H+ൻ്റെ പ്രോട്ടോൺ അഡീഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാകുക. ഓക്കെ, പ്രോട്ടോൺ അഡീഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാകുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിയാക്ഷൻ ഓഫ് ഫെറോസീനിൻ്റെ കാര്യത്തിൽ പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് ഇനിയുള്ളത് നമുക്ക് എന്താണ്? സീസർ സോൾട്ടിനെ പറ്റിയിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. സീസർ സോൾട്ട് PtCl3 ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേക്കാം. ഓക്കെ, CH2 ഹെപ്റ്റസിറ്റി എന്താണ്? 2 എന്ന് പറയുന്ന യെസ് കോമ്പൗണ്ട് ആണ്, -K+. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ സംസാരിക്കാം. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.